ഗ്ലാസ് കാപ്പിയോ മറ്റോ കുടിച്ച് അവർ നാട്ടുകാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു. നമ്മുടെ മരണകാരണം നമ്മുടെ മക്കൾക്കോ ബന്ധപ്പെട്ടവർക്കോ കിട്ടിയ അവധി കഴിഞ്ഞ് അവർ വീണ്ടും സ്കൂളുകളിലേക്കോ മറ്റു ജോലികളിലേക്കോ പ്രവേശിക്കുന്നു. നാം ജോലി ചെയ്തിരുന്ന സ്ഥലങ്ങളിൽ നമുക്ക് പകരം വേറെ ആളുകളെ തിരഞ്ഞെടുക്കുന്നു. സത്യത്തിൽ നമ്മുടെ കുടുംബക്കാർക്ക് വേണ്ടി ജീവിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാവില്ലല്ലോ വരുന്നത്. എന്തിനേറെ പറയണം, നമ്മോട് കൂടെ ഒരുപാട് കാലം ജീവിച്ച് നമ്മുടെ ഇണകൾ പോലും കുറച്ചു കാലങ്ങൾക്ക് ശേഷം പല തമാശകൾ പറഞ്ഞ് ചിരിക്കുന്നൊരവസ്ഥ സംജാതമാകും എന്നുള്ളത് തീർച്ചയാണ്. പിന്നെ നമ്മൾ ആർക്ക് വേണ്ടി ജീവിക്കണം? ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ, ഇല്ല. കാരണം ഇലല്ലാഹി മർജിഉകും ഫയുനബ്ബിഉകും ബിമാ കുൻതും തഅമലൂൻ. നിങ്ങളൊക്കെ അള്ളാഹുവിലേക്ക്, അഥവാ നമ്മളൊക്കെ അള്ളാഹുവിലേക്ക് മടങ്ങേണ്ടിയിരിക്കുന്ന ആളുകളാണെന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മോട് സൂറത്തുൽ മാഇദയിൽ വിളിച്ചു പറയുന്നുണ്ട്. ഫസ്തബിഖുൽ ഖൈറാത്ത്, നിങ്ങൾ ഖൈറിലേക്ക് മുന്നിട്ട് വരണം. കാരണം ഇലല്ലാഹി മർജിഉകും ജമീഅ ഫയുനബ്ബിഉകും ബിമാ കുൻതും തഅമലൂൻ. അതുകൊണ്ട് ഇന്ന് ഇവിടെ ഒരുമിച്ച് കൂടിയവരൊക്കെ ഈ കുടുംബം ക്ഷണിച്ചിട്ട് ഇവിടെ വന്നവരാണ്. ഈ ഒരു ഇരിക്കലിൽ തന്നെ നമുക്ക് പ്രതിഫലം കിട്ടണമെങ്കിൽ പല ആളുകളും ഒരുപക്ഷെ വിചാരിച്ചിട്ടുണ്ടാവുക, നമ്മളെ വിളിച്ചതല്ലേ, പോവാതിരിക്കൽ മോശമല്ലേ, അതല്ലെങ്കിൽ നമ്മുടെ മരണ വീടുകളിലേക്ക് അവർ വന്നതല്ലേ, ഇങ്ങനെ പോവാതിരിക്കും എന്ന് വിചാരിച്ച് വന്നവരുണ്ടെങ്കിൽ ഈ സമയം വരെ ഇരുന്നതിന് ഫലം ഉണ്ടാവില്ല. നേരെ മറിച്ച് നീയത്ത് നന്നാണെങ്കിൽ, അഥവാ നമ്മുടെ മരണപ്പെട്ടവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ മരണപ്പെട്ടവർക്ക് വേണ്ടി സമ്മാനമായി നമുക്ക് നൽകാനുള്ളത് ദുആ ആണ്, ഖിറാഅത്താണ്, മറ്റ് ദാനധർമ്മങ്ങളാണ്. അതാണ് ഇന്ന് ഇവിടെ ഈ കുടുംബം ബഹുമാനപ്പെട്ട അത്താക്കൾക്ക് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. ഈ ഒരു മജ്ലിസ് കണ്ട് സന്തോഷിക്കാൻ പ്രിയപ്പെട്ട പിതാവിന് അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പറഞ്ഞു വന്നത്, ഏതൊരു സദസ്സിനും ഏതൊരു കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ക്ഷണിച്ച് ആ ക്ഷണം സ്വീകരിച്ച് പോകുമ്പോൾ നിയ്യത്ത് വേണ്ടത് അവിടെ നടക്കുന്ന മൗലിദ് സദസ്സിലേക്കാണെങ്കിൽ മൗലിദ് സദസ്സിൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മധുര പറയാനും മരണപ്പെട്ട വ്യക്തിക്ക് വേണ്ടി ദുആ ചെയ്യാനും ദിക്റിലൊക്കെ പങ്കെടുക്കാനും എന്ന നിയ്യത്താണ് നമുക്കൊക്കെ വേണ്ടത്. അല്ലാതെ വിളിച്ചതിന്റെ പേരിൽ പോവുക എന്നുള്ളത് മാത്രം പോരാ എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. ഇത് സ്വാഭാവികമായി നമ്മളൊക്കെ ബലഹീനരാണ്, നമ്മളിൽ വന്നു പോകുന്ന ഒരു പോരായ്മയാണ് സാധാരണയായി. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. അപ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ മരണപ്പെട്ടു പോയ ആളുകൾക്ക് ഉപകാരം കിട്ടുമെന്ന വിശ്വാസത്തോടു കൂടെയാണ് നമ്മുടെ കട ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ അസ്സ വജല്ല ല യർഫഉ ദറജത ലിൽ അബ്ദി സ്വാലിഹി ഫിൽ ജന്ന. സ്വർഗ്ഗത്തിൽ ഒരു അടിമയുടെ, സ്വാലിഹായ ഒരു അടിമയുടെ ദറജ ഉയർത്തും. ഇങ്ങനെ ഉയർത്തുന്ന സമയത്ത് ആ അടിമ ചോദിക്കുമത്രേ, യാ റബ്ബി അന്നാ ലിഹാദി, ഇതെങ്ങനെയാണ് എനിക്ക് കിട്ടിയതെന്ന് ചോദിക്കുമ്പോൾ അല്ലാഹു പറയുമത്രേ, ഇസ്തിഗ്ഫാറുക ലക വലദിക, ഇസ്തിഗ്ഫാറു വലദിക ലക, നിന്റെ മകൻ നിനക്ക് വേണ്ടി ചൊല്ലിയ ഇസ്തിഗ്ഫാറിന്റെ കാരണമാണ് ഇന്ന് നിനക്ക് ഈ ദറജ ഉയർന്നു കിട്ടാൻ കാരണമെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അപ്പോൾ നമ്മൾ ഈ ഇരിക്കുന്ന എല്ലാവരിലും ആരെങ്കിലുമൊക്കെ മരണപ്പെട്ടു പോയവരാണ്. നമ്മളാക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട നമ്മുടെ മാതാപിതാക്കളും മറ്റു ഗുരുനാഥന്മാർ, കൂട്ടുകുടുംബങ്ങൾ പലരും ഇന്ന് ആരുടെ മണ്ണിലാണ്. അവർക്ക് വേണ്ടി ആവണം നമ്മുടെ ഓരോ കർമ്മങ്ങളും. എപ്പോൾ ചെയ്യും അവർക്ക് അതിൻ്റെ ഒരു ഫലം നമ്മൾ എപ്പോഴും അധികം ചെയ്യേണ്ടതുണ്ട്. ഈ ചെല്ലുന്ന ഏതോ ഒരു ദിക്റിന്റെയും ഏതോ ഒരു ഖുർആനിന്റെയും എല്ലാ ഫലവും നമ്മുടെ മരണപ്പെട്ടവർക്ക് വേണ്ടി സദാ ഹദിയ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളൊരു സ്വാലിഹാണ്. കാരണം പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, മനുഷ്യൻ മരണപ്പെട്ടാൽ 3 കാര്യങ്ങൾ ബാക്കിയാകും. അതിലൊന്ന് പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ സന്താനമാണ്. നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ? സദാസമയം പ്രാർത്ഥിക്കുന്നുണ്ടോ? നമ്മളൊരു സ്വാലിഹാണെന്ന് നമുക്ക് തന്നെ ബോധ്യപ്പെടുത്താൻ പരിശുദ്ധ റസൂൽ തന്നൊരു ക്യാപ്സൂളാണ്. അതുകൊണ്ട് നമ്മുടെ മാതാപിതാക്കൾക്ക്, നമ്മുടെ ഉറ്റവർക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം.
ഇങ്ങനെ ഖബറിൽ പോയി അടക്കയാൽ നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ മലക്കുകൾ വരുന്നു, ചോദ്യങ്ങൾ ചോദിക്കുന്നു. നല്ല അടിമയാണെങ്കിൽ വിശ്വാസിയായ ആളാണെങ്കിൽ ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ദൃഢത അല്ലാഹു ദുനിയാവിലും ആഖിറത്തിലും നൽകുമെന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അതിനുശേഷം നല്ല ശുഭ്രവസ്ത്രധാരിയായ, നല്ല മുഖത്തിന്റെ ഉടമയായ, അതുപോലെ തന്നെ സുഗന്ധം വീശുന്നൊരു മനുഷ്യൻ ആ ഖബറിലേക്ക് കടന്നു വരാനുണ്ട്. ആ മനുഷ്യൻ നീ സന്തോഷിക്കുക, നിനക്ക് വരാനുള്ള ഈ ഒരു സന്തോഷം കൊണ്ട് നീ ആഹ്ലാദിക്കുക എന്ന് ആ ഖബറിൽ കിടക്കുന്ന മനുഷ്യനോട് വന്ന മനുഷ്യൻ പറയുമത്രേ. അദ്ദേഹം ആ ഖബറിലുള്ള ആൾ അദ്ദേഹത്തോട് ചോദിക്കും, നിങ്ങൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ അവിടുന്ന് പറയുന്നുണ്ട്, അമലുക സ്വാലിഹ്, ഞാൻ നിന്റെ സ്വാലിഹായ കർമ്മങ്ങളാണ്. അതുകൊണ്ട് നമ്മുടെ പ്രത്യേകിച്ച് റജബ് മാസമാണ്, ഒരുപാട് കർമ്മങ്ങൾക്ക് തുടക്കം കുറിക്കേണ്ട മുബാറക്കായ മാസത്തിൽ കൂടിയാണ് നമ്മളെ കുറിച്ച് കൂടിയിരിക്കുന്നത്. ഇനി ഇങ്ങോട്ടുള്ള ജീവിതം ശിഷ്ടകാല ജീവിതം ഗതകാല ജീവിതത്തിൽ നിന്ന് വിഭിന്നമായിക്കൊണ്ട് ഇനി അങ്ങോട്ടുള്ള ജീവിതം അല്ലാഹുവിന്റെ തൃപ്തിയിൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ സാധിക്കുകയും പറ്റത്തുള്ളൂ, അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. കാരണം ഇനി അങ്ങോട്ടുള്ള കാലങ്ങൾ അത്രമേൽ മോശമാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധ അല്ലാഹുവിന്റെ ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ സന്മാർഗം സിദ്ധിച്ചവരാണെങ്കിൽ ഏത് വഴി പിഴച്ച ആൾക്കും നിങ്ങളെ ബുദ്ധിമുട്ടാക്കാൻ, ഉപദ്രവിക്കാൻ, ശല്യപ്പെടുത്താൻ സാധിക്കുകയില്ലെന്ന് പരിശുദ്ധ ഖുർആൻ. നമ്മൾ ആരെങ്കിലും വാക്ക് കേട്ട് നമ്മൾ പിഴച്ചു പോകുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് സന്മാർഗം പൂർണ്ണമായി കിട്ടിയിട്ടില്ല എന്നാണ് പരിശുദ്ധമായ ഖുർആൻ നമ്മോട് ബോധ്യപ്പെടുത്തുന്നത്. അതുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കാനാണ് നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് മരണപ്പെട്ടുള്ള എല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ഈ ഒരു മഹത്തായ മജ്‌ലിസ് അല്ലാഹു ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്താനുള്ളത്, ബഹുമാനപ്പെട്ട താക്ക പ്രായാധിക്യം കൊണ്ട് പലപ്പോഴും നമ്മൾ ജുമാക്ക് വരുമ്പോൾ കാണാറുണ്ട്, ആരെങ്കിലും കിട്ടിയിട്ടാണെങ്കിൽ അങ്ങനെയും ജുമാക്ക് വരാറുണ്ട്. അങ്ങനെ അത്രമേൽ ദീനി കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട പിതാവ് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ ഖറവിയായ ദറജ അല്ലാഹു വീട്ടുകൊടുത്ത് അനുഗ്രഹിക്കട്ടെ. നാം ചൊല്ലിയ തദ്ലീലുകളൊക്കെ എല്ലാവരും ആ പ്രിയപ്പെട്ട സഹോദരനിലേക്ക് ഹദിയ ചെയ്യുക അല്ലാഹു സ്വീകരിക്കട്ടെ. പ്രിയപ്പെട്ട പിതാവിന് വേണ്ടി ഈ നാട്ടിലുള്ള സ്ത്രീ കൂട്ടായ്മ 1,37,000 തദ്ലീലുകൾ ചൊല്ലി തീർത്തിട്ടുണ്ടെന്ന് അറിയിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. ഇതിൽ പങ്കെടുത്തവർക്ക് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാൻ പോവുകയാണ്.